ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ ഞാൻ എല്ലാവരും ഉപേക്ഷിച്ചു. നിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് സഹായത്തിന് ഞാനുണ്ടാവും. അയ്യോ, ചേട്ടാ, ഈ ഓട്ടോയുടെ ഡ്രൈവർ അവിടെ പോയി. ആര്? സുധാകരനോ? അവൻ ആ ചായക്കട പോയി കാണും. ആ ദേ വരുന്നുണ്ടല്ലോ. അവനുമായിട്ട് അധികേ ചങ്ങാത്തൊന്നും വേണ്ട കേട്ടോ. അവനത്ര ശരിയായ പുള്ളിയൊന്നുമല്ല. ചേട്ടാ, ഒരു ഓട്ടം പോണല്ലോ. ആ സാറല്ലേ നേരത്തെ പെങ്ങൾ അന്വേഷിച്ചു വന്നത്? അതെ. എന്നിട്ട് ആളെ കിട്ടിയായിരുന്നോ? കിട്ടിയില്ല, പക്ഷേ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. എവിടെയാ പോകണ്ടേ? സ്ഥലം ഞാൻ പറയാം. ആദ്യം താൻ വണ്ടി എടുക്ക. സാറേ, ഇനി എങ്ങോട്ടാ പോകണ്ടേ? കുറെ നേരെ കിടന്ന് ചുറ്റുന്നു. നീ രാവിലെ അവളെ കൊണ്ടുവിട്ടില്ലേ? ആ സ്ഥലത്തേക്ക് തന്നെ പോട്ടെ. നീ ആരാ എന്താന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ ഞാൻ വരുന്നത്. ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ. എന്റെ വണ്ടിയിൽ അങ്ങനെ പലരും വന്ന് കയറും. ഈ ഓട്ടോ സ്റ്റാൻഡിലിട്ടിരിക്കുന്നതേ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിട്ടാ. യാത്രക്കാര് പറയുന്നിടത്ത് ഞാൻ കൊണ്ടാക്കും, അല്ലാതെ ഞാൻ അവരെ കുറിച്ചൊന്നും അന്വേഷിക്കാറില്ല. ആഹാ, വെറുതെ ഒന്ന് തോണ്ടിയപ്പോഴേക്കും നീ അങ്ങ് ചൂടാവുകയാണല്ലോടാ. അപ്പൊ നിനക്ക് അറിയാം അവൾ എവിടെയാണെന്ന്. സത്യം പറടാ, നീ അവളെ എവിടെ കൊണ്ടുവിട്ടെ? അവരെന്റെ ഓട്ടോയിൽ കയറി എന്നുള്ളത് നേരാ. ബസ് സ്റ്റാൻഡ് വിടാൻ പറഞ്ഞു, ഞാൻ അവിടെ കൊണ്ട് വിടുകയും ചെയ്തു. ഏത് ബസ് സ്റ്റാൻഡില്? കോട്ടപ്പുറം ബസ് സ്റ്റാൻഡില്. അവിടുന്ന് അവരെങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. പെങ്ങളെ കാണാനില്ലെന്നും പറഞ്ഞ് എന്നെ ചൊറിയാൻ വന്നോണ്ടല്ലോ താൻ വിവരം അറിയും. കള്ളം പറയണ കള്ളം പറയണ റാസ്കൽ. എനിക്കറിയില്ല സാർ. കോട്ടപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ്സിലും അവള് കയറി പോയിട്ടില്ല. നീ അവളെ അവിടെ കൊണ്ട് വിട്ടിട്ടില്ല. അവിടെയുള്ള മുഴുവൻ CCTV വിഷ്വൽസും കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സത്യം പറ, എവിടെയാ നീ അവളെ കൊണ്ടുവിട്ടെ? എന്റെ സാറേ, ഞാൻ സത്യമായിട്ടാ പറയുന്നേ. ഞാനവരെ കോട്ടപ്പുറം. കോട്ടപ്പുറം എന്റെ അടുത്ത് ഉടായിപ്പറക്കാലുണ്ടല്ലോ. ചവിട്ടി നിന്റെ ആറാം പാര് കുടിക്കും ഞാൻ. സാറേ, പറയടാ. തള്ളരുത്. സത്യം പറയാം. സത്യം പറയാം സാറേ. അപ്പൊ കൊള്ളേണ്ടത് കൊണ്ടാ നീ സത്യം പറയുമല്ലേ? പറയടാ, അവളിപ്പോ എവിടെയുണ്ട്? വിമല ചേച്ചിയുടെ വീട്ടില്. ഏത് വിമല? സൂപ്പർ മാർക്കറ്റ് വിമല.
മോൾ ഉറങ്ങിയില്ലേ? ഇല്ല. നിന്റെ പിന്നാലെ ആരും വരില്ലല്ലോ അല്ലേ? ഇല്ല. ആരാ നിന്നെ സഹായിക്കാനുള്ളത്? ഇവിടുന്ന് നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അങ്ങനെ ചോദിച്ചാ എനിക്കതിന് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. പക്ഷേ ചില സമയങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാ. കുടുംബമാകുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പൊട്ടിത്തെറികളും ഉണ്ടാവും. പക്ഷേ മോൾ ഇറങ്ങി പോകുന്നത് ശരിയായില്ലെന്നാ എന്റെ അഭിപ്രായം. എനിക്കിനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത്. മുറിഞ്ഞു പോയതൊന്നും കൂട്ടിച്ചേർക്കാനും ഇനി എനിക്ക് താല്പര്യമില്ല. ഇനിയുള്ള കാലം എന്റെ കുഞ്ഞിനെ വളർത്തുക എന്നത് മാത്രം എന്റെ ലക്ഷ്യം. എനിക്കും 2 പെൺകുട്ടികളാണ്. എന്റെ ഭർത്താവ് ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. ഞങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മുന്നിൽ ജീവിതം വഴിമുട്ടിയപ്പോ 2 കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന പലരെ സഹായിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടി. അങ്ങനെയാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു തുടങ്ങിയത്. ചുടാ വാവേ ടുട്ടുടു. എന്താണ് വാവേ? കേരളത്തിന് പുറത്തെവിടെയെങ്കിലും നിനക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാം. അതിനുള്ള ചില ബന്ധങ്ങളൊക്കെ എനിക്കുണ്ട്. എന്റെ അമ്മയും ചേച്ചി പോലെയാ. ഇതുപോലൊക്കെ സംസാരിക്കും. പാവാ. അപ്പോ നിനക്ക് എല്ലാവരും ഉണ്ട്. ഉണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാവരും ഉപേക്ഷിച്ചു. നിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് സഹായത്തിന് ഞാനുണ്ടാവും. അയ്യോ.